കേരളീയം എന്നുള്ള ഒരു പരിപാടി നടത്തിക്കൊണ്ടാണ് ഇപ്പൊ കേരള സർക്കാർ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിക്ഷേപകരെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പറഞ്ഞത്. എന്ത് നിക്ഷേപകരാണ് ഈ കേരളീയത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്? നിങ്ങൾ ആ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ പോയി നോക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കല്യാണ വീടുകൾ പോലെ റോഡുകളും മരങ്ങളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് വഴിയിൽ ഉടനീളം ലൈറ്റുകളും ബൾബുകളും വെച്ചുകൊണ്ട് ആളുകളെ ആകർഷിക്കുക. എത്ര നിക്ഷേപം കേരളത്തിലേക്ക് വന്നു എന്ന് ഈ സർക്കാർ ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. ഇതേ ഘട്ടത്തിലാണ് പെൻഷൻ മുടങ്ങിയ ആളുകൾ, കുടുംബശ്രീയിൽ നിന്ന് നഷ്ടക്കണക്കുകളുമായി പറഞ്ഞ ആളുകൾ, KSRTC ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സർക്കാരിന്റെ മുൻപിലേക്ക് വന്നത്. ഞങ്ങളുടെ പണം എവിടെ? ഞങ്ങൾ ചോദിക്കുന്ന ശമ്പളം എവിടെ? ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് ഷോക്കടിപ്പിക്കുന്ന രൂപത്തിലേക്കാക്കി മാറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്ന സാധാരണക്കാരന്റെ ലോകത്തല്ല കേരളത്തിലുള്ള പിണറായി വിജയൻ ജീവിക്കുന്നത് എന്ന് പറയാൻ ഈ കേരളീയത്തിന്റെ ഒരു സദസ്സ് മാത്രം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സർക്കാരും ഇപ്പൊ ഈ രാജ്യം ഭരിക്കുന്നില്ല, ഈ കേരളം ഭരിക്കുന്നില്ല എന്നുള്ള ഓർമ്മ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ ഒരു സമ്മേളന നഗരി, ഈ ഒരു നിങ്ങളുടെ ഈ ഒത്തുചേരലിലൂടെ സാധിക്കട്ടെ. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കമായിട്ട് കണ്ടുകൊണ്ട് ഈ സംഗമത്തിനെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു പരിപാടിക്ക് മറ്റൊരു മഹത്വം കൂടിയുണ്ട്. ഇത് നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള അനു കാവലിനുള്ള ഒരു സ്വീകരണം കൂടിയാണ്.